അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ ഗ്രേവി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും ലേശം മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. ഇനി ലേശം കുരുമുളകും ലേശം സൺഫ്ലവർ ഓയിലും അതേപോലെ ലേശം റെഡ് കളർ പൗഡറും ലേശം സുർക്ക വിനാഗിരിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ലേശം ഒരു സ്പൂണ് കോൺഫ്ലവറും അതേപോലെ പാകത്തിന് ഉപ്പുമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക, അതേപോലെ ഇഞ്ചി പേസ്റ്റും ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ല ഒന്നങ്ങണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് നല്ല ഒന്നങ്ങണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലേശം നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ചിക്കന് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ, പൊരിച്ചെടുക്കട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ലേശം വലിയ ഉള്ളി അരിഞ്ഞതും തക്കാളി, കറിവേപ്പില, ചപ്പ് പുതിന, ക്യാപ്സിക്കം, വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞതാണ് കേട്ടോ ഇനി വേണ്ടത്. ഇനി ഇതെല്ലാം കൂടി ഞാൻ ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും സാദാ ചില്ലി പൗഡറും ലേശം മഞ്ഞൾപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയും ലേശം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അത് നല്ല ഒന്നങ്ങോട്ട് വേവിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് തക്കാളിൻ്റെ സോസ് ഒഴിച്ചു കൊടുക്കുക. അത് നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ തക്കാളിൻ്റെ സോസാണ് കേട്ടോ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നല്ല തക്കാളി സോസ് ഇട്ട് കൊടുക്കുക, നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. എന്നിട്ട് നമ്മളെ ചിക്കന് പൊരിച്ചത് ഇട്ട് കൊടുക്കുക, നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ലേശം കോൺഫ്ലവർ ഒരു ഗ്ലാസ്സിൽ എന്തെങ്കിലും കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ഗ്രേവി രൂപത്തിലാവണ വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.